കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന റൗണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുൻ KPCC പ്രസിഡന്റുമാരായിട്ടുള്ള VM സുധീറിനെയും MM ഹസനെയും അതുപോലെ തന്നെ K സുധാകരനെയും ഒക്കെ തന്നെ ഡൽഹിക്ക് വിളിപ്പിച്ചേക്കുകയാണ്. കൂടാതെ നമുക്കറിയാം ഇപ്പം നിലവിലുള്ള KPCC വൈസ് പ്രസിഡന്റ് അവരായിട്ടുള്ള AP അനിൽകുമാറിനെയും PC വിശ്വനാഥിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ തന്നെ ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ട്. കൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി നേതാക്കന്മാർ അവിടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ നിരവധി മാധ്യമങ്ങൾ വളരെ മനഃപൂർവ്വമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് VD സതീശന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. എൻ്റെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം, ഈ UDFൻ്റെ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് VD സതീശന് മാത്രമായി അവകാശപ്പെട്ടതാണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് സ്കീം ഇതിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഓപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലെവൽ 1-ൽ 179 രൂപയാണ്, ലെവൽ 2-ൽ 359 രൂപയാണ്, ലെവൽ 3-ൽ 799 രൂപയാണ്. പിന്നെ ലെവൽ 4-ലേക്ക് വരുമ്പോൾ അതിനേക്കാൾ 1500 രൂപയിൽ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമോ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. ആകെ നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറയുന്നത് ചേതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. ഇനി അതല്ല, ഇത്തരത്തിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല, പകരം ഒറ്റത്തവണത്തേക്ക് മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു വലിയ സപ്പോർട്ടുകൾ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കട്ടെ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഞാൻ ആ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് കൂടി പറയാൻ വിട്ടു, അത് K മുരളീധരനാണ്. അപ്പോൾ അത്തരത്തിൽ മുൻ PCC പ്രസിഡന്റുമാരെല്ലാം തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം 47ഓളം വരുന്ന 43-ലധികം വരുന്ന MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. തീരുമാനം ഏതാണ്ട് എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളം മുഴുവൻ പരക്കുന്നൊരു നരേറ്റീവ് എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ അജണ്ടയാണ്. പ്രത്യേകിച്ചും ഏഷ്യാനെറ്റും അതുപോലെ മീഡിയ വണ്ണും ഒക്കെ തന്നെയാണ് ഈ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഏഷ്യാനെറ്റൊക്കെ പച്ചയായി VD സതീശന് വേണ്ടി മാത്രം ബയസ്ഡായി നിൽക്കുന്ന ഒരു ചാനലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ ആളുകൾ കാണുമ്പോൾ തന്നെ കാണുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് തൊണ്ട തൊടാതെ നിങ്ങളാരും വിഴുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തേത്, KC വേണുഗോപാൽ പിൻവാങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ദാവീദ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും VD സതീശന് ഒരു വലിയ ഭാഗമുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജികൾ റീഡ് ചെയ്യുന്നതിലും സ്റ്റാറ്റിസ്റ്റിക്സുകൾ നോക്കുന്നതിലും കണക്കുകൾ നോക്കുന്നതിലും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് VD സതീശൻ എടുത്തിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അതുപോലെ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും പിന്നീട് നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന PV അൻവർ രാജിവെച്ചിട്ടുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ തന്നെ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള സ്റ്റാൻഡുകൾ എടുത്തുകൊണ്ട് അവിടെയൊക്കെ തന്നെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് VD സതീശൻ വലിയ മേൽനോട്ടം വഹിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷേ ഈ കൂട്ടത്തിലെ ആളുകൾ മാറ്റിവെക്കുന്ന ഒരു കാര്യം, ആലത്തൂരിലും പാലക്കാട് അത്തരത്തിൽ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു, പക്ഷേ ആലത്തൂരിൽ അത് ഉണ്ടായില്ല എന്നുള്ളത് കൂടി നമുക്കറിയണം. പക്ഷേ അവിടെ K രാധാകൃഷ്ണൻ 39,000 വോട്ടിന് ജയിച്ചത് വളരെ ചുരുക്കാൻ കഴിഞ്ഞു, 12,000 വോട്ടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ അവിടെ ബാലൻസുള്ള വോട്ടുകൾ പോയത് BJPക്കാണ്. 9,000-ഓളം വോട്ടുകൾ കൂടിയതല്ലാതെ കോൺഗ്രസിനല്ല എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. അപ്പോൾ പലപ്പോഴും ഈ ജയങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാൻ അദ്ദേഹം വലിയ എഫേർട്ടുകൾ എടുക്കുകയും ആ ജയത്തിൻ്റെയൊക്കെ തന്നെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനിടയിലൂടെ ചില അബദ്ധങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇപ്പോൾ നിലമ്പൂരിൽ SDPയുടെ പിന്തുണ നിലമ്പൂരിലല്ല പാലക്കാട് SDPയുടെ പിന്തുണ നേടിയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. കൂടാതെ നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നൊരു വാദം അദ്ദേഹം ഉയർത്തിയിരുന്നു. അതിനൊക്കെ പിന്നിലുള്ള അടിസ്ഥാനപരമായ കാരണം 2019 2024 പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് 100-110 സീറ്റുകളിലേക്ക് UDF എത്തുന്നത് എന്ന് പറഞ്ഞവർ റിസർച്ച് ചെയ്യുകയും ആ UDF എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ട് ഉണ്ടാവുകയാണെന്നും കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള പരിപാടികളൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്.
പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ LDFിൻ്റെ 99ഓളം വരുന്ന MLA-മാർ മഹാഭൂരിപക്ഷത്തിനും തന്നെ ഒരു പ്രോ ഇൻകുംബൻസി ഉണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി അവിടെ VK പ്രശാന്തിനൊക്കെ തന്നെ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവമ്പാടിയിൽ ലിൻഡോക്കെതിരെ തന്നെ അത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനെയും മറികടക്കുന്ന രീതിയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുള്ളത് കൊണ്ടുകൂടിയാണ്. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിലെ വിമത ശല്യം ഏറെക്കുറെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ വീഡിയോകൾ നേരത്തെ മുതൽ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കെല്ലാം അറിയാം. ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യം, കോൺഗ്രസിനകത്ത് 10 കൊല്ലമായി ഒരു സ്ഥാനവും കിട്ടാതിരുന്ന നിരവധി ആളുകൾ ഇത്തവണ സീറ്റിന് വേണ്ടി ശ്രമിക്കുമെന്നും ആ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ വിമതസ്വരം ഉയർത്തുമെന്നും എത്ര പേര് സ്വതന്ത്രമായി മത്സരിക്കും, കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലെന്നും സ്വതന്ത്രമായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ തന്നെ വലിയ പാരകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പെരുമ്പാവൂരിൽ നിന്ന് മനോജ് മൂത്തേട്ടൻ ജയിക്കുമ്പോൾ അവിടെ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന മുൻ MLA തന്നെ മത്സരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ തോതിലുള്ള ഒരു പ്രചരണം അവിടെ അഴിച്ചുവിട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ആ സീറ്റ് കിട്ടാനൊരു സാധ്യതയില്ല, കാരണം അടുത്ത തവണ മനോജ് മൂത്തേട്ടൻ തന്നെ അവിടെ നിന്ന് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല. അതേസമയം അവിടെ തോറ്റിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഡൊമിനിക് പ്രസന്റേഷനെ പോലെയുള്ള ആളുകൾക്ക് ആ സീറ്റ് കിട്ടണമായിരുന്നുവെങ്കിൽ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ നിന്ന് തോക്കണമെന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു UDF തരംഗം ഉണ്ടായി എന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷെ ആ തരംഗം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് KC വേണുഗോപാലിൻ്റെ ഒരു നിലപാട് കൂടിയാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം മാത്രമാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടെന്ന് പറയുന്നത് മത്സരിക്കാൻ സീറ്റ് കിട്ടിയവർക്ക് മത്സരിക്കാം, അല്ലാതെ മറ്റൊരു സ്ഥാനങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തവരെ സംബന്ധിച്ചായിരിക്കും ഇനി മറ്റു പദവികളിലേക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് ചെയർമാൻ അടക്കം നിരവധി മറ്റ് ബോഡികളുടെ മെമ്പർ പദവികളടക്കമുള്ള ദേവസ്വം ബോർഡ് അടക്കമുള്ള നിരവധി ബോഡികളുടെ മെമ്പർ അടക്കമുള്ള പദവികളിലേക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് അവരെല്ലാവരെയും തന്നെ ഞങ്ങൾ വേണ്ട വിധത്തിൽ കാണും എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ നമുക്കറിയാം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് തന്നെ സീറ്റ് കിട്ടിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കൊല്ലത്ത് മറ്റൊരു സ്ഥാനാർത്ഥിക്കടക്കം ഇതുപോലെ മറ്റപ്പോഴും സീറ്റ് കിട്ടാത്ത ഇത്തരത്തിൽ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ അവിടെ അസംതൃപ്തിയോടുകൂടി നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഡാമേജ് എന്താണ് എന്നുള്ളത് KC വേണുഗോപാൽ മനസ്സിലാക്കുകയും അദ്ദേഹം ഇത്തരത്തിൽ നിരവധി വലിയ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുകൂടിയാണ് ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാതെ ഇത്ര വലിയ മനോഹരമായിട്ടുള്ള ഒരു വിജയം UDFന് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ തീരൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും അഥവാ VD സതീശനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും ഇതിൽ ആരെങ്കിലും പ്രവർത്തിക്കാതിരുന്നു, അവർക്കൊന്നും ഒരു റോളും ഇല്ല, ഇതിൻ്റെ മുഴുവൻ അവകാശവും തന്നെ VD സതീശനാണ്. അല്ലെങ്കിൽ മറുനാൾ ഷാജനൊക്കെ പറയുന്ന പോലെ കേരളത്തിലെ 90 UDFന് വോട്ട് ചെയ്തിട്ടുള്ള 1 കോടി ജനങ്ങളുണ്ട്. അതിൽ 90 ലക്ഷത്തോളം ആളുകൾ, അതായത് 90% ആളുകളും VD സതീശനെ കണ്ടാണ് വോട്ട് ചെയ്തത് എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം വിജയങ്ങൾ പതുക്കെ പതുക്കെ ഉണ്ടാക്കുകയും ഒരു ആത്മവിശ്വാസം UDFിൻ്റെ നേതാക്കൾക്കും അതുപോലെ തന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനം KC വേണുഗോപാൽ കാഴ്ചവെച്ചു എന്നുള്ളതൊന്നും നമ്മൾ മറന്നുപോകരുത്. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് KC വേണുഗോപാലിൻ്റെ വലിയ സംഭാവന എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീർച്ചയായിട്ടും വലിയ ഫണ്ട് വേണം, പണം വേണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയമില്ല. ആ പണം വേണം എന്നുള്ളതിൽ KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നതുകൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയാതെ വലിയ തോതിലുള്ള ഒരു പണമൊഴുക്കുണ്ടായത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലെങ്കിൽ പ്രചരണം ഒന്നും നടത്താൻ കഴിയില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ ഈ പറയുന്ന തെലങ്കാനയിൽ നിന്ന് അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിലുള്ള സംഭാവന കേരളത്തിലേക്ക് കിട്ടിയത് KC വേണുഗോപാലിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ പാർട്ടി എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൂടാതെ KC വേണുഗോപാൽ ഇത്തരത്തിൽ ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും തിരുവനന്തപുരത്ത് തന്നെ വലിയൊരു സംഘത്തെ തന്നെ തയ്യാറാക്കി നിർത്തുകയും ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും പരസ്യങ്ങൾ കൊടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും അതേപോലെ തന്നെ ഈ ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക മാത്രമല്ല അത് താഴെത്തട്ടിലേക്ക് എത്തി എന്നുള്ളതും അത് കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതും
എന്നുള്ളതുമൊക്കെ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ നേതൃത്വം നൽകി. കൂടാതെ രേവന്ത് റെഡ്ഡിയെ പോലെയുള്ള ആളുകളെയും അതുപോലെ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിന് വരെ അദ്ദേഹം വലിയ എഫേർട്ട് ഇട്ടു എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വർക്കുകൾ വലിയ പ്രഷർ ചെലുത്തിക്കൊണ്ട് പലപ്പോഴും എനിക്കൊക്കെ അറിയാവുന്ന KPCC ജനറൽ സെക്രട്ടറിമാരെ നിരവധി പേരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് വളരെ പരിചയമുള്ള ആളുകളെ, ഇതിനുവേണ്ടി വിശ്വസ്തരായിട്ടുള്ള ആളുകളെ നിയോഗിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളൊന്നും കാണാതെ വളരെ കൃത്യമായി ഇത് VD സതീശന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഈ പറയുന്ന പോലെ ഒരു വെറും വാദമുണ്ട് എന്നുള്ളത് കൂടി ഞങ്ങളോട് പറഞ്ഞു വെക്കട്ടെ. അത്തരത്തിലുള്ള പക്ഷെ ഒരു പ്രചരണം നടത്താനും ഈ പറയുന്ന പോലെ ഇമേജ് ബിൽഡ് ചെയ്യാനും ഒക്കെ VD സതീശൻ സ്വന്തം കയ്യിലെ പണം ഗംഭീരമായി ഉപയോഗിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ KC വേണുഗോപാൽ പാർട്ടിയുടെ പണം കൃത്യമായി ഇത്തരത്തിൽ താഴെത്തട്ടിലേക്ക് എത്തി എന്നുള്ളത് വരെ ഉറപ്പുവരുത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കാണിച്ചത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ മറന്നു പോകരുത്. ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം കയ്യടി കുറച്ചുകൂടി കൂടുതൽ കിട്ടാമെന്നുള്ളത് VD സതീശന് അനുകൂലമായിട്ട് പറയുന്നതാണെന്ന്. പക്ഷേ സത്യമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ നടത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ടുകൾ കൂടി ചോദിച്ചത്.